എൻ്റെ ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ പദങ്ങളിലേക്ക് ഒരു ചെറിയ സംരംഭം തുടങ്ങിയതിലെ തുറന്ന ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കർമ്മഭൂമി എന്ന ഡോക്യുമെൻ്ററി. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യത്തോടുകൂടി 2017 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും കൃഷി മന്ത്രാലയവും എല്ലാം നല്ല ചിത്രങ്ങൾ ക്ഷണിച്ചപ്പോൾ ഈ ചിത്രവും എനിക്ക് ചെയ്തു കൊടുക്കാൻ ഭാഗ്യമുണ്ടായി. അതിന് അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും ധാരാളം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വീണ്ടും ആവർത്തിച്ച് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഇങ്ങനൊരു കാലം നമ്മുടെ ദേശത്തുണ്ടായിരുന്നെന്നും ഇങ്ങനെ ചില കർഷകരുണ്ടായിരുന്നെന്നും ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു, കലാകാരന്മാരുണ്ടായിരുന്നെന്നും ചില ദേശവാസികളുണ്ടായിരുന്നുവെന്നും അറിയിക്കാൻ ഉള്ള അടയാളങ്ങളാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ഗുണമേന്മയ്ക്ക് ഒരു കുറവും വരാത്ത രീതിയിലാണ് ചിത്രീകരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് ഇത് സമർപ്പിക്കുമ്പോൾ കൃതാർത്ഥതയുണ്ട്, നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങളുടെ പ്രതികരണം അറിയിക്കുക. നന്ദി, നമസ്കാരം. വയനാട് ജില്ലയിലെ കുടിയേറ്റ കർഷകനായ മുട്ടൽ പഞ്ചായത്ത് മടക്കിമതിയിൽ താമസിക്കുന്ന ബാലൻ പുല്ലടാമ്പറമ്പിൽ എന്ന കർഷകൻ വിധിയോട് പൊരുതി കർഷകമേഖലയിൽ വിജയം കൊയ്യുന്നു. ിൽ ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്ക് പറ്റി കിടപ്പിലായ ഈ കർഷകൻ ഇന്നും കാർഷിക മേഖലകളിലും വിജയം കൊയ്യുന്നു. അഞ്ചു വർഷമായി തരിശായി കിടന്ന മണ്ണിൽ പൊന്നു വിളയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പരമ്പരാഗത കൃഷിയിൽ വിശ്വസിക്കുന്ന ബാലൻ നെല്ല്, കവുങ്ങ്, തെങ്ങ്, വാഴ, കപ്പ, കുരുമുളക്, ഏലം, കാപ്പി, കൊക്കോ, ജാതി തുടങ്ങിയ ബാലന്റെ കൃഷിയിടത്തിൽ ഇല്ലാത്ത ഒന്നും തന്നെയില്ല. അതെ അതെ, നമ്മളെ മണ്ണുത്തി സർവകലാശാലയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തൊരു സാധനമാണ്. അതെ. അപ്പൊ ഇതിന്റെ വിളവ് എങ്ങനെയുണ്ട് വയനാട്ടിൽ? വിളവ് എൻ്റെ അനുഭവത്തിൽ നല്ല വിളവാണ് കിട്ടുന്നത്. അതായത് ഏക്കറയ്ക്ക് 4 വണ്ടി നെല്ല്. വയനാട്ടിൽ ഇത് എത്ര വർഷമായിട്ട്? ഇതിപ്പം 4-5 വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് വിത്ത് തന്നെയാണ് കൃഷി ചെയ്യുന്നത്? മറ്റിനങ്ങളും ചെയ്യും. ഇതിന് വളം എന്തെങ്കിലും ഉപയോഗിക്കാനുള്ള? വളം ജൈവവളമാണ്, ചാണകവും പിന്നെ അതുപോലെയുള്ള വളങ്ങളാണ് കാര്യമായിട്ട്. പിന്നെ പുകയില കഷായം തളിച്ചു മൂഞ്ഞ അതുപോലെയുള്ള. കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി ഇത് കൃഷിയായിട്ട് ബാധിക്കുന്നുണ്ട്? അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇവിടെ കിട്ടാറുണ്ട്? ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാറുണ്ട്, അല്ലെങ്കിൽ തിരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കിണർ കുഴിച്ചിട്ട് വെള്ളത്തിൻ്റെ സൗകര്യം ഏർപ്പെടും. അപകടത്തിൽ പരുക്ക് മൂലം
നന്നായി നടക്കാൻ കഴിയില്ല എങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് ബാലൻ്റെ കൃഷിപ്രേമം. പൂർണ്ണമായും ജൈവകൃഷിയാണ് തൻ്റെ കൃഷിയിടത്തിൽ എന്ന് ബാലൻ പറയുന്നു. ബാലേട്ടൻ ഈ കൃഷിയായിട്ട് വയനാട്ടിൽ പാരമ്പര്യമായിട്ട് അച്ഛൻ മുഖാന്തരം വന്നാണ്. അച്ഛൻ്റെ നാടെവിടെയായിരുന്നു? കോഴിക്കോട് പൈമ്പറ ഹൈസ്കൂളിന്റെ ഒക്കെ അടുത്തായിട്ട് കുന്നമംഗലം പൈമ്പറ. അച്ഛൻ വന്ന് ഒരു 47-48 ഇവിടെ മടക്കിമലയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം കൃഷി അന്ന് കാട് വെട്ടിപ്പിടിപ്പിച്ചാണ് പിന്നെ കൃഷി ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഭൂമിക്ക് വിലയായത്. അന്ന് നീതി മാത്രം അടുത്താൽ മതിയായിരുന്നു. വെറുതെ ഇരിക്കുന്നതിനോട് വളരെയധികം പിന്നെ വിഷമം തോന്നിയിട്ട് അന്നപ്പോൾ എന്തെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേഖല അത് കൃഷിയാണെന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് ഈ കൃഷി മേഖലയ്ക്ക് കടന്നത്. ഇപ്പം പിന്നെ 8-9 ഏക്കറുകളും സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പണിക്കാരും ഉണ്ട്. നെല്ല്, കാപ്പി, പിന്നെ കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, ഏലം, കൊക്കോ, ജാതി എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നു. നമ്മുടെ ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കാലഘട്ടങ്ങളിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ഒന്നും സാധ്യത ഉണ്ടായിരുന്നില്ല. അന്നേരം സാധ്യതയില്ലായിരുന്നു. ഒക്കെ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. മക്കളൊക്കെ പിന്നെ ഈ വ്യവസായ മേഖലയിൽ എത്ര മക്കളാ? ഒരാണും ഒരു പെണ്ണും. മോൻ്റെ പേര് ശ്രീജിത്ത്, പിന്നെ മോളെ പേര് ശ്രീജിഷ. ആധുനിക രീതിയിൽ വരുന്ന കാർഷിക പൊതുമേഖലകളുടെ സഹായങ്ങളും കാര്യങ്ങളും ലഭിക്കുന്നുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ? കൃഷിഭവൻ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേണ്ട രീതിയിൽ. അതുപോലെ കോഫി ബോർഡ്, കാർബൺ ബോർഡ്, മട്ടൺ ബോർഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ സഹായങ്ങളുണ്ട് നാനാവിധത്തിലും. അതുപോലെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായങ്ങളും അതുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് നിലവിൽ കൃഷിയിൽ വ്യാപൃതനാകാൻ പറ്റും. വയനാട്ടിൽ നിരവധി കർഷകർ ഉണ്ട് എങ്കിലും അതിലും വ്യത്യസ്തമായ കൃഷിയും ജീവിതവുമാണ് ബാലനും കുടുംബവും. വരും തലമുറയ്ക്ക് കരുതി വയ്ക്കാൻ ബാലൻ്റെ കൃഷി ജീവിതം നമുക്ക് മാതൃകയാക്കാം.